ഹായ്, ഞാൻ സിനി സത്യൻ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ഈസി ന്യൂ കിച്ചൻ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും ബീഫ് ഫ്രൈയുമാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 കിലോ ബീഫ് കഴുകി വെള്ളം വറുത്ത് വെച്ചത്, സവാള 2 എണ്ണം കനം കുറച്ച് അരിഞ്ഞത്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് 1 പിടി, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, ഇഞ്ചി 2 ചെറിയ കഷ്ണം ചതച്ചത്, വെളുത്തുള്ളി 10 അല്ലി ചതച്ചത്, പച്ചമുളക് 8 എണ്ണം ചതച്ചത്, മല്ലിയില പാകത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, നാരങ്ങ 1, വേപ്പില 3 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ബീഫ് മസാല 3/4 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട ശേഷം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബീഫ് മസാല 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, ലെമൺ ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, മല്ലിയില കുറച്ച്, വേപ്പില 1 തണ്ട്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കുക. ഇപ്പോൾ അരമണിക്കൂറായി. ഇനി വെള്ളം ചേർക്കേണ്ടതില്ല. അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ 4 വിസിൽ വന്നു. ഇനി സ്റ്റൗ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വന്നാൽ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കുക. അതിനുശേഷം മാറ്റിവെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് 2 മിനിറ്റ് വേവിക്കുക. അരച്ചു വെച്ച പച്ചമുളകിൽ നിന്ന് 1/2 ടീസ്പൂൺ ചേർക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി വെളിച്ചെണ്ണയും ആവശ്യത്തിന് ചേർക്കണം. ഇനി തീ കുറച്ച് വെച്ച് മസാലപ്പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ ബീഫ് മസാല, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇതെല്ലാം ഒന്ന് ചെറുതായി മൂപ്പിക്കുക. അതിനുശേഷം മാറ്റിവെച്ച ബീഫ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പത്തിരിപ്പൊടിയിലേക്കുള്ള 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കണം. ഇനി പത്തിരിക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് തേങ്ങ, നല്ല ജീരകം, ഉപ്പ്. പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊടിച്ചു വെച്ച നല്ല ജീരകവും തേങ്ങയും ഉപ്പും ചേർത്ത് തിളച്ച വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൈകൊണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ പത്തിരിയും ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ആ കുട്ടി ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്